ആക്ച്വലി ചെയ്തിട്ടുള്ള കൾപ്രിറ്റുകൾ മുഖമറച്ച് നടക്കണം എന്നതാണ് ശരിക്കും സംഭവിക്കേണ്ടത്. നിങ്ങൾ വന്നിട്ട് പരാതി പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ മുണ്ട് മടക്കി കുത്തി നിന്നിട്ട് നിങ്ങളെ തെറി പറഞ്ഞ് അങ്ങ് ഓടിക്കും. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ അങ്ങ് ഒതുക്കും എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഇത് നമ്മൾ സിമ്പിളായി മൂവ് ലിഞ്ചിങ് എന്ന് പറയുന്നതിനപ്പുറം ഇതൊരു കൊട്ടേഷൻ പരിപാടിയാണല്ലോ. ഇതാണ് ഈയുടെ സ്വഭാവം എന്നുണ്ടെങ്കിൽ ആ പവർ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ചെല്ലുന്ന ആളുകളോട് അയാൾ എങ്ങനെയായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക. ബിൽക്കിസ് ബാനു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എന്തിനു മുഖം മറയ്ക്കണം, ഞാൻ എന്തിനു മുഖം മറയ്ക്കണം എന്നുള്ളതാണ്. ഞാൻ എന്തിനു മുഖം മറയ്ക്കണം? മുഖം മറയ്ക്കേണ്ടത് എന്നോടിത് ചെയ്തവരല്ലേ, നാണിക്കേണ്ടത് എന്നോടിത് ചെയ്തവരെയാണ്. ഇപ്പോൾ സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ വേണമെന്ന് പറയുമ്പോൾ എന്തോ സ്കൂള് തകർക്കാൻ എന്തോ പദ്ധതിയായിട്ട് വരുന്നു. അകത്ത് കയറി നിരാഹാരയാൽ അവിടെ എന്ത് ചെയ്തെന്നാൽ എന്താണ്? രാഹുൽ ഈശ്വറൊക്കെ ഒരു എക്സാമ്പിളാണ്, ബെസ്റ്റ് എക്സാമ്പിളാണ്. ഇനി അനങ്ങണതിന് മുമ്പ് ആലോചിക്കും. നിർഭയ കേസിലെ ഏറ്റവും ചെറിയ കുട്ടിയാണെന്ന് എന്നിട്ട് പറഞ്ഞത് അവൾ എന്തിനാ ആ സമയത്ത് പുറത്തിറങ്ങിയെന്ന് ചോദിച്ചത്. സത്യാഗ്രഹം കിടക്കുകയോ കിടക്കാതിരിക്കുകയോ ഓടുകയോ ചാടുകയോ ചെയ്യുകയോ ചെയ്യാതിരിക്കുക അതൊന്നും നമ്മളെയൊക്കെ വിളിച്ച് നിർത്തി കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ളതും കൂടി നമ്മൾ എടുക്കേണ്ടതുണ്ട്. നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ ആകെ പിടിച്ചു കുലുക്കിയ അല്ലെങ്കിൽ കേരള പൊതുസമൂഹം ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് മായ കൃഷ്ണനാണ്. വെൽക്കം. നമ്മളിപ്പം പാലക്കാട് സിറ്റിംഗ് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ഒന്നിനു പുറകെ ഒന്നായി സ്ത്രീകളിങ്ങനെ പരാതികളുമായിട്ട് രംഗത്ത് വരികയാണ്. അതിൽ കേസെടുക്കുകയും അന്വേഷണം നടക്കുകയും ചെയ്യുന്നു. MLA ഒളിവിലാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ, അദ്ദേഹത്തെ കണ്ടുപിടിക്കാനുള്ള അങ്ങനെ വാർത്തകൾ ഇങ്ങനെ പോകുമ്പം സോഷ്യൽ മീഡിയയിൽ ഈ ഇരയായിട്ടുള്ള അല്ലെങ്കിൽ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടിക്കെതിരെ അല്ലെങ്കിൽ അത്തരത്തിൽ വരുന്ന സ്ത്രീകൾക്കെതിരെ വരുന്ന ഒരു ഗുരുതരമായിട്ടുള്ളൊരു സൈബർ അറ്റാക്ക് ഉണ്ട്. അതിനെ എങ്ങനെയാണ്, അതായത് ഇപ്പം അതിജീവിതമായിട്ടുള്ളൊരു പെൺകുട്ടി ഒരു പരാതിയുമായിട്ട് മുന്നിലേക്ക് വരുമ്പം അവരെ പിന്തുണയ്ക്കേണ്ട പൊതുസമൂഹം അത് സോഷ്യൽ മീഡിയയിൽ കൂടെ അതിഭീകരമായിട്ടുള്ള ഒരു മോബ് ലിഞ്ചിങ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു സൈബർ ലിഞ്ചിങ് ആണ് അവർക്കെതിരെ നടക്കുന്നത്. അപ്പം നമ്മൾ അത് മാത്രമായിട്ട് എടുത്ത് കാണാൻ പറ്റുന്ന ഒന്നല്ല. കാര്യം എനിക്ക് തോന്നുന്നു ഈ പൊതുസമൂഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ അതിൻ്റെ ഒരു പരിച്ഛേദമാണല്ലോ ഈ പറയുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം വന്ന് പറയുന്ന സമയത്ത് അത് പറയുക എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇപ്പോൾ വരുന്ന പെർസെൻറ്റേജ് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ പെർസെൻറ്റേജ് എടുത്ത് പരിശോധിച്ചാൽ ഇതിൽ ഇത്തരം അനീതി നേരിടുന്ന ആക്രമണം നേരിടുന്നതിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ ഈ പറയുന്ന നിയമത്തിൻ്റെ മുമ്പിൽ നീതി കിട്ടണമെന്ന് പറഞ്ഞിട്ട് വരുന്നുള്ളൂ. അത് നമുക്ക് ഈ പർട്ടിക്കുലർ കേസുകൾ തന്നെ എടുത്ത് നോക്കിയാൽ അവരത് അനുഭവിച്ച് അത് പറയാൻ പറ്റുമോ, അത് പല തരത്തിലുള്ള സോഷ്യൽ സ്റ്റിഗ്മയിലൂടെ കടന്നു വന്നിട്ടാണ് ഇവർ പരാതിയുമായി മുന്നോട്ട് വരുന്നത്. ഈ വരുന്നു എന്ന് പറയുന്ന ആളുകളോട് നിങ്ങൾ വരേണ്ടതില്ല. നിങ്ങൾക്ക് നമ്മൾ പറയും പാതി ആകാശവും പാതി ഭൂമിയും, ട്രാൻസ്ജെൻഡർ ആളുകൾ കൂടിയുണ്ട് കേട്ടോ. അവർക്ക് ഈ പറയുന്ന ആളുകൾക്ക് എല്ലാവർക്കും ചേർന്നിട്ടുള്ളതാണ് ഈ പറയുന്ന അവകാശം, ഈ പറയുന്ന ഭൂമി, ഈ പറയുന്ന മുഴുവൻ എന്ന് നമ്മൾ പറയുമ്പോഴും ഇത്തരം കാര്യങ്ങൾക്കകത്ത് ആക്രമണം നേരിടുന്ന ഒരാൾ വരുമ്പോൾ സാധാരണ ഇപ്പോൾ നീതിക്ക് മുമ്പിൽ നിയമത്തിന് മുമ്പിൽ വരുന്ന മറ്റ് കേസുകളിലെ വിക്ടിമുകൾ ആയിട്ട് വരുന്ന ആളുകൾ അല്ലെ സർവൈവേഴ്സായി വരുന്ന ബാക്കിയുള്ള ഇപ്പോൾ കൊലപാതകത്തിലടക്കം അല്ലെങ്കിൽ കൊലപാതക ശ്രമങ്ങളിലടക്കം അത്തരം കാര്യങ്ങൾക്കകത്തുണ്ടാകുന്ന ആരാണോ വിക്ടിമായിട്ടുള്ളത് അവരോട് എടുക്കുന്നൊരു നിലപാടല്ല കാലങ്ങളായിട്ട് എക്കാലവും എടുത്തിട്ടുള്ളതെന്ന് തന്നെ പറയാം. കാരണം നമുക്ക് ഈ പറയുന്നത് ആദ്യം തൊട്ടേ സൂര്യനെല്ലി എന്ന് പറയുന്നത് നമ്മൾ മുഖം മറച്ച് നടക്കേണ്ടത് ഈ പറയുന്ന വിക്ടിമിനെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യരുത് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ആ പറയുന്ന ഡിസ്ക്ലോസ് ചെയ്താൽ അവർ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പറയുന്ന നിയമം ഉണ്ടായിട്ടുള്ളത്. ആക്ച്വലി ചെയ്തിട്ടുള്ള കൾപ്രിറ്റുകൾ മുഖം മറച്ച് നടക്കണം എന്നതാണ് ശരിക്കും സംഭവിക്കേണ്ടത്. പക്ഷെ സംഭവിക്കുന്നത് ഈ പറയുന്ന ആരാണോ വിക്ടിം അവർ മുഖം മറച്ച് നടക്കുന്നു. അവരുടെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്താൽ അവർക്ക് പ്രശ്നം ഉണ്ടാകുമെന്ന് നിയമത്തിനടക്കം അറിയാം, കോടതിക്കടക്കം അറിയാം, നമ്മുടെ നിയമ സംവിധാനത്തിന് അറിയാം. അതുകൊണ്ടാണ് അത് ഡിസ്ക്ലോസ് ചെയ്യാരുത് എന്ന് പറയുന്ന നിയമമുള്ളത്. അപ്പം ഇതിലേക്ക് ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആളുകൾ നിങ്ങൾ പരാതിയുമായി വന്ന ഇതിൻ്റെ അകത്ത് പാട്രിയാർക്കി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു നാടാണ്. നമ്മളെത്ര തൊഴിലിടത്തിൽ സ്ത്രീകളുടെ നമ്പർ ഉയർന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, കലാശാലകളിൽ, സ്കൂളുകളിൽ എല്ലായിടത്തും പെൺകുട്ടികൾ, യുവതികൾ
ഒക്കെ ഉണ്ട്, വർക്ക് ചെയ്യുന്നവർ ഒക്കെ ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന സമ്പദ്ഘടനയ്ക്കകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഉള്ളപ്പോൾ പോലും സ്ത്രീയെ വ്യക്തിയായി കാണാൻ, സ്ത്രീക്ക് നേരെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കള്ളമാണ്. ആദ്യമേ അതാണല്ലോ അല്ലേ പറയുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടടക്കം പറയുന്നത് ഇങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ള. അവരെ എങ്ങനെയാണ്, അതായത് ഒരാൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന് അവർ പറയുന്ന സാഹചര്യത്തിൽ അവരെ എങ്ങനെയാണ് ഡിമോറലൈസ് ചെയ്യുക, അവരെ എങ്ങനെയാണ് അവരുടെ പറഞ്ഞിട്ടുള്ളതിൻ്റെ സത്യം തിരിച്ചു നിന്നിട്ട് ആലോചിക്കുന്നതിന് പകരം നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ശരിയല്ല, അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനാണ് എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത്. ഈ മോബ് ലിഞ്ചിങ് എന്ന് പറയുന്നത് പണ്ട് കവലയിൽ നിന്നിട്ട് പറയും, നമ്മൾ കുറേ കൂടി നേരത്തെ എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, പക്ഷേ എഡ്യൂക്കേറ്റഡ് ആകുമ്പോഴും ജെൻഡറിങ്ങിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒരാൾ അനുഭവിക്കുന്നതിനെ കുറിച്ചോ അത്തരത്തിലുള്ള അസോൾട്ടുകൾ സംഭവിക്കുന്നതിനെക്കുറിച്ചോ അത് അയാൾക്ക് അയാൾ അനുഭവിക്കുന്നത് എന്താണോ എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനമൊന്നും നമുക്കില്ല. നമ്മൾ പഠിക്കുന്നു സയൻസാണ്, സയൻസ് നമ്മൾ പഠിച്ചു പോകുന്നു. ഈവൻ ഈ ലോ പഠിക്കുമ്പോൾ പോലും അതിൻ്റെ അകത്തെ ജെൻഡർ എങ്ങനെയാണെന്നൊന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല. നമ്മളൊക്കെ സ്വന്തത്തിൽ അങ്ങനെ വായിച്ച് മനസ്സിലാക്കിയൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന വായനയില്ലാത്ത നമ്മൾ വിദ്യാഭ്യാസം എന്നതിൻ്റെ അകത്ത് ഇങ്ങനെ മനുഷ്യനെ അങ്ങനെയായിട്ട് കാണാനോ പഠിക്കാനോ ഒന്നും തരത്തിൽ നമ്മൾ സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കാനോ ഒന്നും നമ്മൾ തയ്യാറാവുന്നില്ല. അപ്പോൾ വൈകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾക്ക് വന്ന് പറയാൻ പറ്റുന്ന സാമൂഹ്യ സാഹചര്യം, പ്രിവിലേജ് അവർക്ക് ഉണ്ടോ എന്നുള്ളതാണ്. ഈ വന്ന് പറയാൻ പറ്റുന്ന പ്രിവിലേജ് പോലും ഉള്ള മനുഷ്യർ എത്ര പേരാ കുറവ്, പരാതി പറയാൻ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വന്ന് നിൽക്കുമ്പോൾ എളുപ്പത്തിൽ അവരെ ഒഴിവാക്കാം. നിങ്ങൾ പോയിട്ടിരിക്കുക. നമ്മളെപ്പോഴും പണ്ട് കേൾക്കുന്ന വാക്കാണല്ലോ, പോയി പറയൂ, വീട്ടിലിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പറയുന്ന സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾ വന്നിട്ട് പരാതി പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ മുണ്ട് മടക്കി കുത്തി നിന്നിട്ട് നിങ്ങളെ തെറി പറഞ്ഞ് അങ്ങ് ഓടിക്കും. സിമ്പിളാണല്ലോ. പണ്ട് വഴി കൂടി നടക്കുന്ന സമയത്ത് കവലയിൽ നിന്നിട്ട് ഈ കലിങ്ങിൻ്റെ സൈഡിൽ നിന്ന് വന്ന് പറയുന്നു, നമുക്കത് ആ വശത്തു കൂടി പോകാതിരിക്കാൻ പറ്റും. അപ്പോൾ ആ വശത്തു കൂടി പോകാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന വഴിയുടെ അവകാശം നമുക്ക് ഇല്ലാതാകുക. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരിടം സ്ത്രീയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ എഴുതുകയും നമ്മളിപ്പോൾ ചിലപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, ഇവരൊന്നും എഴുതുന്നത് ചിലപ്പോൾ നമ്മൾ വായിക്കുക പോലും ഉണ്ടാവാത്ത, അല്ലെങ്കിൽ നമ്മളിവരെ എവിടെ നിന്ന് കണ്ടുപിടിക്കാനോ എവിടെ നിന്ന് മനസ്സിലാവാനോ, അല്ലെങ്കിൽ ഇപ്പോൾ മുഖ്യധാര അത്തരം മാധ്യമങ്ങൾക്കകത്ത് വന്നു സംസാരിക്കുക ചിലപ്പോൾ വരാനുണ്ടാവില്ല. അങ്ങനത്തെ എന്തോരം മനുഷ്യരാണ് നമ്മളെ അടക്കം എഡ്യൂക്കേറ്റ് ചെയ്യുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നൊരിടമാണ്. സ്ത്രീയെ സംബന്ധിച്ച് കുറേയും കൂടി എക്സ്പ്ലോഷർ ഉണ്ടായിട്ടുള്ള ഒരിടം കൂടിയാണ്. അപ്പോൾ ആ സോഷ്യൽ മീഡിയയ്ക്കകത്തും നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് അവിടെയും വന്ന് നിന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റവും ഇതിപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, 4000 പേരടങ്ങുന്ന ഏതോ ഒരു ഇതിൽ നിന്ന് പുള്ളിക്ക് നേരെ 4000 പേരോളം വന്നിട്ട് ഈ ഫേക്ക് ഐഡന്റിറ്റി എന്ന് വന്നിട്ട് ആക്രമണം ഉണ്ടായി. അതായത് അഭിപ്രായം പറയുക, വിമർശിക്കുക, അതിനെ ഇപ്പോൾ അതിജീവിതയെ സപ്പോർട്ട് ചെയ്യുക ഒക്കെ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ അങ്ങ് ഒതുക്കും എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഇത് നമ്മൾ സിമ്പിളായി മോബ് ലിഞ്ചിങ് എന്ന് പറയുന്നതിനപ്പുറം ഇതൊരു കൊട്ടേഷൻ പരിപാടിയാണല്ലോ. കൃത്യമായിട്ട് കൊട്ടേഷൻ വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നമ്മൾ വീട്ടിൻ്റെ അകത്ത് കയറ്റിയിരുത്തും. ഇനി ഒരാൾ ഈ പറഞ്ഞ ആളിൻ്റെ അനുഭവം ഇതാണ്, ഇനി അടുത്ത ആൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് തന്നെ പറഞ്ഞിട്ട് ഒതുക്കും എന്ന് ത്രെട്ടനിങ് ആണല്ലോ, കൃത്യമായ ഭീഷണിയാണ്. അപ്പോൾ ആ ഭീഷണിയിലേക്ക് പോയി പണി നോക്കുമില്ലേ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ സ്ത്രീകൾ മുന്നോട്ട് തന്നെ വന്നിട്ടുള്ളത്. എക്കാലവും സ്ത്രീകളോട് ഇങ്ങനെ തന്നെ പോകൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമൂഹത്തോട് തിരിഞ്ഞു നിന്ന് നമ്മുടെയും കൂടിയാണ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാക്കിയ സമൂഹത്തിലാണ് നമ്മളടക്കം ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് അതിന് പോയി പണി നോക്കൂ എന്ന് പറയുന്ന, ഇതിപ്പം നമുക്ക് വരുന്നൊരു സാധനം, ഞാനിപ്പം കുറച്ച് സ്ക്രീൻഷോട്ട്സ് ഇങ്ങനെ എടുത്തു വെച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അത് ഒരു പാർട്ടീൻ്റെ പേജിൽ നിന്നല്ല കൂടുതലും ഈ വിഷയത്തിൽ വരുന്നത്. ഇനിയും രാഹുലിനൊപ്പം അനു എന്ന് പറഞ്ഞിട്ടൊരു പേജിൽ നിന്ന് വന്നിട്ട്, അത് ജസ്റ്റ് ഏതാണ് സോഷ്യൽ മീഡിയ ആരുടെ അക്കൗണ്ട് ആണെന്നോ പേരുണ്ടോ എന്നൊന്നല്ല, ഇതൊരു പേജാണ്. പേജിൽ നിന്ന് വന്നിട്ടുള്ളത് ഇപ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ ഈ മനുഷ്യനെ സോഷ്യൽ മീഡിയയിൽ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അതിനൊരേ കാരണമുള്ളൂ, രാഹുൽ എന്ന വ്യക്തിയിലുള്ള വിശ്വാസം. ഇത്തരത്തിൽ ഇതൊരു പോസ്റ്റ്. പിന്നെ ഈ വരുന്ന അതിജീവിതകളെ എങ്ങനെയാന്ന് വെച്ചാൽ, വിവാഹിതയായ ഒരു സ്ത്രീ എന്തിന് ഇയാള് വിളിക്കുമ്പോൾ പോയി അതരത്തിലൊരു മോറൽ വാല്യൂസ് പറഞ്ഞല്ലോ. അതായത് ഇത് ഒരു കുറ്റകൃത്യമാണ്.
കുറ്റകൃത്യം, അതായത് നേരത്തെ ഇന്ത്യൻ പീനൽ കോഡ്, ഇപ്പോൾ VNSലെ കുറ്റകൃത്യം എന്നടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം, അക്കാര്യം തനിക്ക് നേരെ സംഭവിച്ചു എന്നൊരു ആൾ വന്ന് പറയുന്നു. അവരതിനെ ഓവർകം ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ വന്ന് നിന്ന് അത് ജീവിതപഥമെന്ന് പറയുകയാണ്. തനിക്ക് നേരെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി എന്ന് പറയുമ്പോൾ ചെയ്ത ആളിനോട് സംസാരിക്കുന്നതിന് പകരം, ചെയ്ത ആളെ നിയമത്തിൻ്റെ മുമ്പിൽ വരുന്നതും ചെയ്ത ആൾ തെറ്റാണ് എന്ന് പറയുന്നതിന് പകരം ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ മൊറലി പറഞ്ഞുകൊണ്ട് സ്ത്രീയെ എല്ലായ്പ്പോഴും ഡിസ്ക്രെഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. ആ ആറ്റിറ്റ്യൂഡ് മാറാതിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രധാന സംഗതി എന്ന് പറയുന്നത് ഈ സമൂഹം എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെല്ലാവരും എന്നല്ല കേട്ടോ, അതിൽ ഒരു കൂട്ടം ആളുകൾ, ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ അകത്ത് കുറച്ചും കൂടി സെൻസിബിൾ ആയിട്ടുള്ള മനുഷ്യർ കൂടി വരുന്നു എന്നതിനപ്പുറം ഇപ്പറേ നിൽക്കുന്ന ഒരാൾക്ക് നേരെ അങ്ങനെ ഒരു പുരുഷന് നേരെ ഉണ്ടാകുമ്പോൾ അതിന് കുറച്ച് പേര്, മുഴുവൻ പേരൊന്നുമില്ല. ഇപ്പം നമ്മൾ കാണുന്ന നമ്മളോട് അടുപ്പമുള്ള പുരുഷന്മാരൊന്നും അങ്ങനെയൊന്നുമല്ല. പക്ഷേ അങ്ങനെ നിൽക്കുന്ന ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. പറയുന്നതൊക്കെ അനോണിമസ് ID എന്ന് വരുന്നതാണ്. ഇതൊക്കെ പെയ്ഡ് അല്ല എന്ന് ആര് കണ്ടു? ഒരാൾ നിർത്തിയിട്ട് ഇത് ജോലിയായിട്ട് തന്നെ എടുപ്പിച്ചിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കണതാണോ എന്നെങ്ങനെ? ഈ പറയുന്ന കൾപ്രിറ്റുകൾ അവർ ഒരാളെ MLA ആണ് അല്ലേ, അയാളുടെ സോഷ്യലി ഉള്ള അയാളുടെ പവർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലോ, അപ്പം അത്തരത്തിലും നമുക്ക് ചെയ്യാം. അത്തരത്തിൽ ചെയ്യുന്നതിനും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ള ഒരു ബോധ്യമുള്ള ആളുകൾ കൃത്യമായിട്ട് പവർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയും ചെയ്യാമല്ലോ. എല്ലാ അൽഗോരിതങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ഏരിയക്കകത്ത് നിന്നിട്ട് ഇത്തരം കാര്യങ്ങൾ വേണമെങ്കിൽ കുറച്ച് പേരെ നിർത്തിക്കൊണ്ട് തന്നെ വേണമെങ്കിൽ ഇടപെടുപ്പിക്കാം. ഇപ്പോൾ UDFിലെ നമ്മൾ കാണുന്ന ഒരു കാര്യം വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. കാരണം പുറത്താക്കിയോ എന്ന് ചോദിച്ചാൽ പുറത്താക്കിയിട്ടില്ല എങ്കിൽ പോലും വിഷയം വരുന്നതിൻ്റെ അകത്ത് അതിലെ സ്ത്രീകൾ അവർ വന്ന് വളരെ കൃത്യമായിട്ട് വന്ന് നിന്ന് ഇത് ശരിയല്ല എന്നും ഇതിനെതിരെ സംസാരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് അയാളെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ള UDFിലെ വനിതാ നേതാക്കൾ അതിൽ ആദ്യം മാറ്റി പറഞ്ഞുവെങ്കിലും ഇവരുടെ എല്ലാം സമ്മർദ്ദം കൊണ്ടും പൊതുസമൂഹത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടും അതിൻ്റെ അകത്ത് നിന്ന് നേതൃത്വത്തിന് മാറാനും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരം വളരെ പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പം നമുക്ക് UDFിൻ്റെ അകത്തുനിന്ന് ആണ് അത്തരം സാധനങ്ങൾ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിൽപ്പെട്ടതല്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതല്ല. ഈ സൊസൈറ്റിയിൽ ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് അത്തരത്തിൽ ഉത്തരവാദിത്വം ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടല്ലോ. കാര്യം പറയുന്നത്, അവർ വോട്ട് ചോദിക്കുന്നത് ഇവിടെ പറയുന്ന 50%-ലധികം വരുന്ന സ്ത്രീകളോട് കൂടിയാണ്. അപ്പോൾ ഈ സ്ത്രീകളെ ഒതുക്കി മാറ്റി നിർത്തിക്കൊണ്ടിട്ട് അത്തരം ഒരു ഇൻസിഡൻറ്റ് കാണുമ്പോൾ ഞങ്ങൾ കണ്ണടച്ച് നിൽക്കുകയാണെന്നോ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ഉത്തരവാദിത്വമുണ്ട്, അവരതിൽ ഇടപെടേണ്ടതുണ്ട്. അത് വോട്ട് ചോദിച്ചു വരുമ്പോൾ ഞങ്ങളുടെ സമീപനം സ്ത്രീപക്ഷമാണ് എന്ന് പറയുന്നതിനപ്പുറം ഈച്ച് ആൻഡ് എവരിതിങ്ങിലും ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. അപ്പോൾ അങ്ങനെ മാറി നിൽക്കലൊന്നും സാധ്യമല്ല, മാറി നിൽക്കുന്നത് ശരിയുമല്ല. അത് ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞിട്ടല്ലല്ലോ ചെയ്യേണ്ടത്. വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അതിൻ്റെ ഉള്ളിൽ നിന്നടക്കം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷഹനാസ് എന്ന് പറയുന്ന UDFിൻ്റെ തന്നെ അദ്ദേഹം വന്ന് ഈ ഷഹനാസ് വന്ന് നിന്നിട്ട് സംസാരിക്കുന്നത് കേട്ട സമയത്ത് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അകത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളെ, അതായത് നമ്മളെ നയിക്കുക, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിറവേറ്റപ്പെടേണ്ട രാഷ്ട്രീയ പാർട്ടികൾ അല്ലേ, അവരാണ് നാളെ നിയമനിർമ്മാണം അടക്കം ചെയ്യേണ്ട. അതിൽ നിന്ന് വരുന്ന MLAമാരടക്കമാണ് നിയമം നിർമ്മിക്കേണ്ടത്, നമ്മളെ നാടിനെ നയിക്കേണ്ടത്. അപ്പോൾ അത്തരം ഒരു സംവിധാനത്തിൻ്റെ അകത്ത് ഇയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു എന്ന പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ത്രീകളോട് ഇനി അയാൾ വിചാരിക്കുന്നിടത്ത് വന്ന് നിന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിനി തുടരില്ല എന്നൊക്കെ പറയാൻ മാത്രം പവർ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്കാറ്റേഡ് സംവിധാനമാണോ ഇത്? തിരിച്ച് എനിക്ക് എന്നാലും അത് കണ്ട സമയം തൊട്ടേ തോന്നിയൊരു കാര്യമാണ്. അതായത് ഒരു സംവിധാനത്തിൻ്റെ അകത്ത് നമ്മുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നു എന്ന് പറയുന്ന, നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം വളരെ സ്ട്രോങ് ആയി ഇടപെടുന്നു എന്ന് പറയുന്ന ആളുകൾ, അവർ നമ്മളിപ്പോൾ ബീഹാറിലടക്കം വോട്ട് പ്രശ്നങ്ങളിലടക്കം ഇടപെടുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരുള്ള ഒരു സംവിധാനത്തിൻ്റെ അകത്ത് നിന്നിട്ട് അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീയോട് ഈ സംവിധാനത്തിൻ്റെ അകത്ത് നിനക്ക് തുടരണമെന്നുണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിൽ ഇത് നീ സമ്മതിക്കേണ്ടി വരുമെന്ന് ഒരു നേതാവ് എന്ന് പറയുന്ന, ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് എന്ന് പറയുന്ന ഒരാൾക്ക് പറയാനായിട്ട് പറ്റി എന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തിൻ്റെ അകത്തും പ്രശ്നമുണ്ട്. അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പം അത് ഒന്നും ശരിയായ രീതിയല്ല. കാര്യം അവിടെ വന്നൊരു പരാതി ആദ്യം രാഹുലിനെതിരെ പരാതി കൊടുത്ത യുവതി ഇവർക്കും KPCC അധ്യക്ഷനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. അത് ആദ്യത്തെ ഘട്ടത്തിൽ അവർ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പരാതി വന്നു എന്നുള്ള വാർത്ത വന്നതിന് ശേഷമാണ് അവർ ആ സംഭവം പുറത്തു വിടുന്നത് തന്നെ. അപ്പോൾ പുറത്ത് വിടാതെ ആ സാധനം പിടിച്ചു വെക്കുക എന്നുള്ളൊരു സംഭവം കൂടെ ഉണ്ട്. അതൊരു തരത്തിൽ ആ MLA സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള നടപടി ആണല്ലോ അല്ലേ? അങ്ങനെ തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അയാൾക്ക് അത്തരം സംവിധാനത്തിൻ്റെ അകത്തുനിന്ന് സപ്പോർട്ട് കിട്ടുമെന്നും കൂടിയുള്ള ഒരു പ്രതീക്ഷ അയാൾക്ക് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസം ഏതെങ്കിലും സമയത്ത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൻ്റെ അകത്തൊരു MLA അതിലെ അത് നമ്മൾ പറയുന്ന പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾ, അയാളുടെ ഭാഗത്ത് നിന്ന് സ്ത്രീകളോട് ഇത്തരത്തിൽ, അത് അവരുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് മാത്രമല്ല, ഒരു MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു നിന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം വന്ന പരാതികൾ, വരാത്ത പരാതികളെ കുറിച്ച് കൂടി ആലോചിക്കൂ. കാരണം ഒരു MLA സംബന്ധിച്ച് അയാൾ നമ്മുടെ ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ അകത്ത് വ്യക്തി എന്ന നിലയിൽ ആളുകൾക്ക് അപ്രോച്ച് ചെയ്യേണ്ട ഒരാളാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് ആവശ്യപ്പെടാനായിട്ട് നിയമപരമായിട്ട് നമ്മൾ ചെന്ന് ആവശ്യപ്പെടാൻ പറ്റുന്ന ഒരു പവർ പൊസിഷനിലുള്ള ഒരാളാണ്. ഇതാണ് ഇയാളുടെ സ്വഭാവം എന്നുണ്ടെങ്കിൽ ആ പവർ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ചെല്ലുന്ന ആളുകളോട് അയാൾ എങ്ങനെയായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക? നമുക്കിപ്പോൾ അത്തരത്തിലുള്ള പുറത്തു വരലുകൾ വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇനി ഇത്തരത്തിലകത്ത് ഇതാണ് ഇയാളുടെ സ്വഭാവമെങ്കിൽ തീർച്ചയായും അയാളുടെ അടുത്ത് നിന്ന് ഒരു സഹായം ചോദിച്ചു വരികയോ അയാളെ കൊണ്ട് നിയമപരമായ ഏതെങ്കിലും കാര്യങ്ങൾക്കകത്ത് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ ഒരാൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് എങ്ങനെയായിരിക്കും ഇയാൾ പെരുമാറിയിട്ടുണ്ടാവുക? ഇതിൽ ഇവരിപ്പോൾ കോൺഗ്രസ്, എനിക്ക് എപ്പോഴും തോന്നിയൊരു കാര്യം, കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. തീർച്ചയായും MLA എന്ന് പറയുന്നത് അതിനേക്കാൾ പവർ പൊസിഷനാണ്. കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച ഒരാളാണ്. ഈ പറയുന്ന ആൾ ജയിച്ച് അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ഈ പറയുന്ന ജനങ്ങൾക്ക് അപ്രോച്ച് ചെയ്യണം. ജനത്തിൽ സ്ത്രീയും ഉണ്ടല്ലോ, ട്രാൻസ്ജെൻഡറും ഉണ്ടല്ലോ. അപ്പം ഇവർക്കൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഞാനിത് ചെയ്താൽ സംഘടനയ്ക്കുള്ളിൽ ഇത് പറഞ്ഞിട്ടുള്ള ആള് അയാളുടെ അടുത്തൊരു സഹായം ചോദിച്ചു ചെല്ലുന്ന ആളിനോട് ഇത് തന്നെ ഉപയോഗിക്കില്ല എന്ന് നമുക്ക് എന്താണ് ഉറപ്പ്? അപ്പോൾ അത്തരം ആളുകളെ മാറ്റി നിർത്തുക തന്നെ ചെയ്യേണ്ടതുണ്ട്. അത് അവർക്ക് നമ്മളോട്, അതായത് ജനാധിപത്യത്തോടുള്ള ഉത്തരവാദിത്വമായിട്ട് തന്നെ കണക്കാക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഞാൻ അന്ന് മുതലേ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം അതാണ്. കാരണം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ബാക്കി നാട്ടുകാർ സഹിച്ചോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡും കൂടിയാണല്ലോ. രാജിവെക്കാനൊന്നും ഇവരാരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇവരുടെ ടിക്കറ്റിൽ നിന്ന് പോയിട്ടുള്ളതാണല്ലോ. രാജിവെക്കാൻ പറയാൻ പറ്റില്ല. നമ്മുടെ പാർട്ടിയിലുള്ള ആളല്ല, സസ്പെൻഡ് ചെയ്ത ആളാണ്. അപ്പം രാജിവെക്കാൻ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. നല്ല ബുദ്ധിയാണ്, അത് അയാൾ തീരുമാനിക്കേണ്ടതാണെന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളുടെ ഒരു നല്ല ബുദ്ധിയാണ്. ഈ അതിജീവിതയായിട്ടുള്ള ആളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റുകളാണല്ലോ കഴിഞ്ഞ ആദ്യത്തെ പരാതി വന്നപ്പോൾ മുതൽ. രണ്ടാമത്തെ ആളുടെ ഐഡന്റിറ്റി അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഈ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടങ്ങ് കൊടുക്കും. ചില നേതാക്കൾ ഉൾപ്പെടെ അതിനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് ഇവരുടെ വിവാഹം കഴിഞ്ഞതാണോ, അല്ലെങ്കിൽ ഇവർക്ക് കുട്ടികളുണ്ടോ, ഇനി ഇത് പ്രായമുള്ള സ്ത്രീയാണോ, ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ പിടിച്ചിട്ട് വേറെ പാർട്ടിയിലുള്ളവർ പറയും ഇവരാണ് ആ സ്ത്രീ, അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തോടുള്ള ഫോട്ടോസ് എടുത്തിടുന്നു. ഇതങ്ങ് വിട്ടുകൊടുക്കുക സോഷ്യൽ മീഡിയയ്ക്ക്. എന്നിട്ട് അവരെ പറ്റി അതിൻ്റെ ഇടയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വരികയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ശിക്ഷയാണ് നമ്മളെ ഇന്ത്യൻ നിയമവ്യവസ്ഥ കൊടുക്കുന്നുണ്ടാവുക? എന്താണ് ആ കുറ്റകൃത്യം? നേരത്തെ ആണെങ്കിൽ IPC 228A ആണ്, ഇപ്പോൾ 72 ആണ്. BNS 2 years തന്നെയാണ് ഇംപ്രിസൺമെൻറ്റ് വരുന്നത്. അത് എന്തുകൊണ്ട് ഞാൻ ആദ്യമേ നമ്മൾ തുടക്കത്തിൽ തന്നെ സംസാരിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പറയുന്ന ഐഡൻറ്റിറ്റി ഇപ്പോൾ ഈ സംഭവിച്ചത് നമ്മൾ പറഞ്ഞ കാര്യം, അതായത് അവരുടെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ആയ സമയത്ത് അവർ ഇന്നതാണ്, അവരുടെ വീട് ഏതാണ്, അവർ ഇന്ന സ്ഥലത്താണ്, അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇനി പുറത്തേക്ക് വരാത്ത വിധം, അല്ലെങ്കിൽ അവരെ കണ്ടിട്ട് ഇത്തരം പരാതികളുള്ള ആളുകൾ പുറത്തേക്ക് വരരുത് എന്ന് ഉദ്ദേശിക്കുന്ന വിധി ഇതാണ്. അവർക്ക് കണ്ടു ഇനിയിപ്പോ മൃദുല കൊടുക്കാൻ നിൽക്കുവാണെങ്കിൽ മൃദുലെ കണ്ടുപഠിക്കേണ്ട ഒരു ഉദാഹരണമാണ് കാണിച്ചു തരുന്നത്. ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് സൈനാണ് തരുന്നത്. ഈ സൈൻ തരുമെന്ന് നിയമത്തിന് വളരെ കൃത്യമായിട്ട് അതൊരു അമെൻഡ് ചെയ്ത്
ആഡ് ചെയ്ത പ്രൊവിഷനാണ് 228A എന്ന് പറയുന്നത്. അന്ന് IPCയിൽ 72 വന്ന സമയത്ത് BNS വന്ന ഇതായതുകൊണ്ട് നേരെ ഇതായി. അപ്പോൾ ഇതിൻ്റെ എന്താണ് അതിൻ്റെ പിന്നിലെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സൂര്യനെല്ലിയാണ് നമുക്ക്, വിതുരയാണ് നമുക്ക് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ വേറെ തരത്തിലാണ് അല്ലേ. ആ പറയുന്ന പെൺകുട്ടികൾ ഇവരെല്ലാവരും ഇവിടെ തല ഉയർത്തി നിൽക്കുകയും ഇവരോടിത് ചെയ്ത ആളുകൾ ഈ സമൂഹത്തിൽ നിൽക്കാൻ പറ്റാത്ത വിധം മുഖം കുനിച്ച് മുഖം മറച്ച് നിൽക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഉണ്ടാവേണ്ടത് അല്ലേ. ബിൽക്കിസ് ബാനു ഇപ്പോൾ ഗുജറാത്ത് കലാപത്തിൻ്റെ സമയത്ത് ഭയങ്കര അറിയാമല്ലോ ബിൽക്കിസ് ബാനു അല്ലേ. അപ്പോൾ അതിഭീകരമാം വിധം അസോൾട്ടിനിരയായിട്ടുള്ള ബിൽക്കിസ് ബാനു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എന്തിനു മുഖം മറയ്ക്കണം എന്നുള്ളതാണ്. ഞാൻ എന്തിനു മുഖം മറയ്ക്കേണ്ടത് എന്നോടിത് ചെയ്തവരല്ലേ, നാണിക്കേണ്ടത് എന്നോടിത് ചെയ്തവരല്ലെന്ന്. അതാണ് ആക്ച്വലി പൊളിറ്റിക്സ്. ഇതിൻ്റെ അകത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആക്ച്വലി അതാണ്. പക്ഷേ ഇങ്ങനെ വന്ന് നിൽക്കാൻ, ഇങ്ങനെ വന്ന് സംസാരിക്കാൻ പറ്റുന്ന ആ പെൺകുട്ടികളോട്, ആ സ്ത്രീകളോട് തിരിച്ച് ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്നത് സൊസൈറ്റി തീരുമാനിച്ചു വെച്ചേക്കുവാണ്. സൊസൈറ്റി ഒപ്പം നിൽക്കേണ്ടത്, സൊസൈറ്റിയിൽ അംഗീകരിക്കപ്പെടേണ്ടത്, സൊസൈറ്റി കൈപിടിച്ച് നിർത്തേണ്ടത്, സൊസൈറ്റി അംഗീകരിക്കേണ്ടത് ആരെയാണെന്നും എതിർക്കേണ്ടത് ആരെയാണെന്നും വളരെ കൃത്യമായിട്ടുള്ള മനസ്സിലാക്കൽ ഉണ്ടാകുന്നിടത്തോളം കാലം ഈ പറയുന്ന അത് ഒഫൻസ് തന്നെയായിട്ട് നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, കാരണം അങ്ങനെ നിൽക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ അവരുടെ ഐഡൻറ്റിറ്റി, അതല്ലാതെ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടല്ല അവരുടെ ഐഡൻറ്റിറ്റി പുറത്തു വിടരുത് എന്ന് പറയണത്. അത് ഏതെങ്കിലും തരത്തിൽ ഇത് ഞാൻ ആരാണെന്ന് പറയരുത്, ഞാൻ ആരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ എനിക്ക് നേരെ എന്നെ ഇനിയും ഞാൻ ആക്രമിക്കപ്പെട്ട ആളിനെ വീണ്ടും ആക്രമിക്കുന്ന ഒരു തരം മാനസികാവസ്ഥയുള്ള ആളുകൾ ഇവിടെ ഭയങ്കര കൂടുതലാണ്. അത് നമ്മൾ കുറേ നാളുകളായി നമ്മളിങ്ങനെ സംസാരിക്കുന്നു, നമ്മൾ നിയമം സംസാരിക്കുന്നു, കേസ് എടുക്കുന്നു. ഇപ്പോൾ ജിഷയുടെ ഇൻസിഡൻറ്റിൻ്റെ സമയത്തൊക്കെ കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കകത്തൊക്കെ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ പിന്നീട് ഒരു വ്യത്യാസം വരുന്നില്ല. വ്യത്യാസം എന്ന് പറയുന്നത് എങ്ങനെയാണ് മനുഷ്യർ ഇതിനെക്കുറിച്ച് ഇത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോധവൽക്കരണമാണ് ഉണ്ടാകേണ്ടത്. സെക്സ് എഡ്യൂക്കേഷൻ വേണമെന്ന് പറഞ്ഞതിൻ്റെ അടിയിൽ പോയിട്ട് മറ്റേ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തോടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. അത്തരം കാര്യങ്ങൾ പറയുന്ന അത് എന്തോ വേറെ സാധനമാണ് എന്ന് പറഞ്ഞിട്ട് ഇത് എന്താണെന്ന് പോലും മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ വേണമെന്ന് പറയുമ്പോൾ എന്തോ സ്കൂള് തകർക്കാൻ എന്തോ പദ്ധതിയായിട്ട് വരുന്നു എന്ന് മര്യാദയ്ക്ക് ഒരു സാധനം പഠിക്കാതിരിക്കുകയോ മര്യാദയ്ക്ക് ഒരു കാര്യം ഗ്രഹിക്കാനുള്ള ശേഷിയില്ലായ്മയുള്ള ആളുകളാണ് ഈ പറയുന്ന വടിയും പത്തലുമായിട്ട് സൈബർ ലിഞ്ചിങ്ങിന് ഇറങ്ങുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് അവരുടെ അറിവുകേടാണ്. നമ്മളിപ്പോൾ എന്താ ചെയ്യണത്, നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറയണത് ഇവരെയൊക്കെ ഒന്ന് ബോധവൽക്കരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. കാരണം ഇത് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിൽ നിന്നിട്ട് ഇവർ ചെയ്യുന്നത് നിയമം ഇവിടെ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ കേസിലകത്ത് 36 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവാണ്. ഇപ്പോൾ ഈ രാഹുൽ ഈശ്വറിനെയൊക്കെ പോലെയുള്ള നമ്മൾ ഈ ഇങ്ങനത്തെ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ചർച്ചയിൽ പോകുന്ന സമയത്ത് നിരന്തരം പറയുന്നത് ഇയാൾ എന്തിനു കൊണ്ടുവന്നിരുത്തുന്നു എന്ന് നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഇയാളുടെ കൂടെ ഇരുന്നിട്ട് നമ്മൾ എന്താണ് ഈ സംസാരിക്കാനുള്ളത്, ഇയാളുടെ വേർഷൻ എന്താണ് നമ്മൾ കേൾക്കാനുള്ളത്, എന്താണെന്നുള്ളതാണ് നമ്മുടെ അന്ന് നമുക്ക് തോന്നുന്ന സംശയം. ഈ രാഹുൽ ഈശ്വറിനെ പോലത്തെ ആൾക്കാർ, അതായത് ഇപ്പോൾ ബസ്സിലിരുന്നിട്ട് സ്ത്രീനെ നോക്കി നഗ്നതാ പ്രദർശനം കാണിച്ച ആളെ വരെ സപ്പോർട്ട് ചെയ്യുന്ന പുരുഷ കമ്മീഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് വാദിച്ച് നടക്കുന്നത്. അതായത് ഈ വിഷയത്തിലുള്ള ആൾ ബുദ്ധിമുട്ടാണ്, ബസ്സിൽ വെച്ച് സ്ത്രീയോട് വൃത്തികേട് കാണിച്ച ഒരാൾ ബുദ്ധിമുട്ടാണ്, അതിനുവേണ്ടി പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ. അയാളെ പോലെ ഒരാൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ച് വന്നിട്ടുണ്ട്. അയാൾക്ക് വേണ്ടി നിരാഹാരം കിടക്കുകയാണെന്ന് പറയുന്നു, വെള്ളം പോലും കുടിക്കുന്നില്ല, ഞാൻ ആൾക്ക് വേണ്ടി ഇനിയും വീഡിയോസ് ചെയ്യുന്നു പറയുന്ന ഒരാളാണ്. ഈ ആൾക്ക് ഈ രാഹുൽ ഈശ്വറിനൊക്കെ കിട്ടുന്ന സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന പിന്തുണ അത് വേറെ തരത്തിലുള്ള പിന്തുണയാണ്. ഇപ്പോൾ നമ്മളൊക്കെ കൊടുക്കുന്ന വാർത്തേൻ്റെ ഒക്കെ അടിയിൽ രാഹുൽ ഈശ്വറിനെ പിന്തുണച്ച് വരുന്ന കമൻസ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോ, ഇങ്ങനെയാണോ ആൾക്കാർ ചിന്തിക്കുന്നത് എന്നുള്ളൊരു തോട്ട് വരും. എന്തായിരിക്കും ഇയാളെ പോലുള്ള ആൾക്കാർക്കൊക്കെ കിട്ടുന്ന പിന്തുണ, അതെന്തുകൊണ്ടായിരിക്കും പിന്തുണ കിട്ടുന്നുണ്ടാവുക? അതിലൊരു പ്രശ്നം എന്നാന്നോ, ഇപ്പോൾ രാഹുൽ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി നിരവധിയായ നിയമങ്ങളുണ്ട്. ഇപ്പോൾ തൊഴിലിടത്തിൽ പുരുഷൻ വരുന്നു, സ്ത്രീ വരുന്നു, സ്ത്രീക്ക് വേണ്ടി പ്രത്യേക നിയമമുണ്ട്. അതുപോലെ തന്നെ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പോലെ പ്രത്യേക നിയമങ്ങൾ നിരവധിയായ നിയമങ്ങളുണ്ട്. പുരുഷനില്ല എന്നാണ് പറയണത്.
അപ്പോൾ തിരിച്ച് നമ്മൾ ഇപ്പം എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് തിരിച്ച് ഞാൻ ചോദിക്കുന്നത്, ശരി, ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഇത് സ്ത്രീക്കാണ് എന്നാണ് ഇവർ പറയുന്നത്, ഐദർ പാർട്ടി എന്നുള്ളതാണ്. അതല്ല, അതിൻ്റെ അകത്ത് ഒരു 1 പാർട്ടി 2 അതർ പാർട്ടി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഇപ്പുറത്തെ ഭാഗത്തുള്ള ഒരാളുടെ പാരൻസോ അവരോ അപ്പുറത്തെ ഭാഗത്തേക്ക് എന്നുള്ളതാണ്. അത് ജെൻഡർ പോലും അവിടെ പറയുന്നില്ല. ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു നിയമത്തിൻ്റെ അകത്ത് ഇതെല്ലാം സ്ത്രീകൾക്ക് വേണ്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ആലോചിക്കേണ്ടത്? രാഹുൽ ഒക്കെ നിയമം പഠിച്ചു എന്നാണ് പറയുന്നത്. ഇതിലെ കാലങ്ങളായി, ഇപ്പോൾ ഭരണഘടന 1950 വരുന്ന സമയത്ത് മറ്റേ ചാണകവെള്ളം ഇങ്ങനെ തളിച്ചിട്ട് നിങ്ങളെല്ലാം തുല്യരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തുല്യത അങ്ങ് ഉണ്ടായില്ലായിരുന്നു. അങ്ങനെ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലല്ല നിന്നത്. ജാതി, ഇപ്പോൾ ഡോക്ടർ BR അംബേദ്കർ പഠിക്കുന്ന സമയത്ത് ബാക്കി എല്ലാവരും ബെഞ്ചിലിരുന്ന് പഠിക്കുമ്പോൾ കീറച്ചാക്കിൽ മൂലയിലിരുന്ന് പഠിച്ച ആളാണ് ഡോക്ടർ BR അംബേദ്കർ. അത് ജാതി വർക്ക് ചെയ്തിരുന്നത് അങ്ങനെയാണ്. 2 സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടാനായിട്ട് വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാക്കിയ ആളുകളാണ്. സതി നിരോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ 25,000 പേര് പ്രകടനം നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. അത് ഇത്തരം കാര്യങ്ങൾക്കകത്ത് സ്ത്രീ മറക്കുടക്കുള്ളിൽ നിന്നാൽ മതി എന്ന് പറയുന്ന ഇവിടുത്തെ സംവിധാനം, ഇതിൻ്റെ അകത്ത് പുറത്തേക്ക് ഇറങ്ങാൻ, പഠിക്കാൻ, പൊതു ഇടങ്ങൾക്കകത്ത് ഇടപെടാൻ ഒക്കെ സാഹചര്യം ഉണ്ടായിരുന്ന സ്ത്രീകൾ എത്ര പേരുണ്ട്? 1950 വരുന്ന സമയത്ത് ഇപ്പോൾ സാവിത്രിബായി ഭൂലെയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സാവിത്രിബായി ഭൂലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയ ആളാണ്. പോകുന്ന സമയത്ത് ചാണകവെള്ളം തെളിക്കുമായിരുന്നു എന്ന്, പോകുന്നത് പെൺകുട്ടികളെ പഠിപ്പിക്കാനായതുകൊണ്ട്. അതായിരുന്നു ഇന്ത്യയുടെ സാഹചര്യം. ഈ സാഹചര്യത്തിൻ്റെ അകത്ത് നിന്ന് ഡോക്ടർ BR അംബേദ്കറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഈക്വാളിറ്റിയെക്കുറിച്ചും ജസ്റ്റിസിനെക്കുറിച്ചും ഡിഗ്നിറ്റിയെക്കുറിച്ചും ഒക്കെ പറയുന്ന ഒരു ഭരണഘടന നമുക്കുണ്ടാക്കി. എപ്പോഴും സണ്ണിയും കബിക്കാട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മൾക്ക് ഈ പറയുന്ന അന്നത്തെ ഇന്ത്യയെ സംബന്ധിച്ച് തന്നെ പുതിയ ഒന്നാണ് ഈ ഭരണഘടന. ഇന്ത്യയെ ആധുനികവൽക്കരിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു ഭരണഘടന. പല ജാതിയായി നിന്നിരുന്ന ഇന്ത്യ, ജാതി ശ്രേണി ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ഇന്ത്യ, സ്ത്രീകളെ വീട്ടിൻ്റെ അകത്ത് തന്നെ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ത്യ, അടിമകളായി കണ്ടുകൊണ്ടിരുന്ന ഒരു ഇന്ത്യക്കകത്ത് ഈക്വാളിറ്റി അടക്കമുള്ള വലിയ കൺസെപ്റ്റാണ് നമ്മൾ വെച്ചത്. ഈ കൺസെപ്റ്റ് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നു, താഴത്തൊരാളിരിക്കുന്നു, ഇതിൽ ഈക്വലാണ് എന്ന് പറയണത് എങ്ങനെയാണ്? അവിടെ ഇരിക്കുന്ന ആളിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അല്ലേ? അല്ലാതെ ഭരണഘടന വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇരിക്കുന്നു, താഴത്ത് ഇരിക്കുന്ന ആള്, നിങ്ങൾ രണ്ടും തുല്യരാണ് എന്ന് പറഞ്ഞാൽ അങ്ങ് തുല്യതയാവുമോ? അപ്പോൾ അതിന് വേണ്ട സാമൂഹ്യ സാഹചര്യം ഇല്ലാതിരുന്ന ആളുകളെ എന്താണ് ആ സാഹചര്യം എന്ന് മനസ്സിലാക്കി അതിന് അപ്ലിഫ്റ്റിംഗ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. സ്ത്രീ ആയിരിക്കുന്ന ഒരാൾ അനുഭവിച്ചിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള അവകാശ നിഷേധങ്ങളുണ്ട്, ഡിസ്ക്രിമിനേഷനുകളുണ്ട്, അസോൾട്ടുകളുണ്ട്, ആക്രമണങ്ങളുണ്ട്. ഇതെല്ലാം പ്രത്യേകമായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട്, പ്രത്യേകമായി തന്നെ അതിന് നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് അല്ലേ? 2 പേര്, ഇപ്പോൾ ഞാനും ഇദ്ദേഹവും ഒരുമിച്ച് പോകുന്നു, ചിലപ്പോൾ എന്നെ റേപ്പ് ചെയ്തിട്ടാണ് കൊന്നിട്ടുള്ളത്, അദ്ദേഹം വെറുതെ മരിച്ചു, അദ്ദേഹത്തെയും കൊന്നു എന്നെയും കൊന്നു, ഞാൻ റേപ്പ് ചെയ്തിട്ട് കൂടിയാണ് മരിക്കുന്നത്. 2 പേർക്കും ഒരു നിയമം മതിയോ? റേപ്പിന് പ്രത്യേക നിയമം അവിടെ ആവശ്യമുണ്ടല്ലോ അല്ലേ? അപ്പോൾ റേപ്പിന് പ്രത്യേക നിയമം കൂടി ചേർത്ത് ഇല്ല. ഇനി പറഞ്ഞ ഈ പറയുന്ന IPC-ക്കകത്ത് ഈ പറയുന്ന 375 വന്നില്ലെങ്കിലോ അത് പറ്റുമോ? അപ്പൊ ഇത് സ്ത്രീക്ക് ഇതേ പ്രത്യേക നിയമം എന്ന് പറഞ്ഞാൽ ശരിയാണ്. സ്ത്രീക്ക് ഈ പറയുന്ന ആക്രമിക്കണം എന്ന് പറയുന്ന ബോധമുള്ള മനുഷ്യരപ്പുറത്ത് നിൽക്കുകയും ആ ശരീരം ആക്രമിക്കേണ്ടതാണെന്ന് വിചാരിക്കുന്ന ആ തിങ്കിങ് അല്ലെങ്കിൽ ആ പ്രവൃത്തി ഇത് മാറാത്തടത്തോളം ഈ പറയുന്ന നിയമം ഇല്ലാതിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പം അതിൽ വന്ന് നിന്നിട്ട് ഇതിന് പ്രത്യേക നിയമം, ഇതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തെന്ന്, എന്താണ് ഭരണഘടനയുടെ അന്തസ്സത്തും എന്നും മനസ്സിലാവാത്ത ആളുകളാണ് ഇന്ന് നിന്നിട്ട് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും ഇവർ? ഏറ്റവും എളുപ്പം എന്താ? ചീത്ത പറഞ്ഞ് പോകും എന്നാണ് വിചാരിക്കുന്നത്. ആര് പോവാൻ? അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഭയങ്കര, ഇപ്പോൾ വിജയ് ബാബു ആ ഇൻസിഡന്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് സൈബർ ലിഞ്ചിങ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഭയങ്കര പ്രോഗ്രസീവായ ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ടൊന്നും തളരില്ല ഞങ്ങളെന്ന് പറയുന്ന വലിയ തോതിലുള്ള അല്ലേ മുന്നേറ്റം തന്നെയാണ് നമ്മൾ അതിനെ കണക്കാക്കേണ്ടത്. അതിജീവിതമാർ വന്നു നിന്നിട്ട് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്നും അത് ഞങ്ങൾ പുറത്തു പറയും എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ടുള്ള മുന്നോട്ട് വരവ് നടക്കുന്നുണ്ട്. അവർക്ക് നീതിയിലാണ് വിശ്വാസം, നിയമത്തിലാണ് വിശ്വാസം, കേസ് കൊടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് അകത്ത് ഇടപെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ആളുകൾ അവസാനിപ്പിച്ചേ ഒക്കത്തുള്ളൂ. അതിൽ അവസാനിപ്പിക്കാനായിട്ട് ഇവരെ നമ്മൾ ബോധവൽക്കരിച്ചിട്ടൊന്നും നടക്കണില്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് നിയമം ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ കേസിലടക്കം 36 പേരെ
അറസ്റ്റ് ചെയ്തു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പം അത്തരം കാര്യങ്ങൾ നിയമം കൂടി നമ്മൾ ഈ തിരിച്ച് ഇവർ ഭീഷണിപ്പെടുത്തുമ്പോൾ നിയമത്തിലെ അകത്ത് കയറി, ഇനി അകത്ത് കയറി നിരാഹാരയാൽ അവിടെ എന്ത് ചെയ്തെന്നാൽ എന്താണ്. പക്ഷെ അതിലെനിക്ക് ഈ മീഡിയയോടൊക്കെ പറയാനുള്ള ഒരു കാര്യം, ഒരാൾ ജയിലിലേക്ക് പോയതിനു ശേഷം അയാളെ ജയിലിലേക്ക് വിട്ടതാണ് അല്ലേ. അയാൾ ഈ പറയുന്ന ഒരു നിയമത്തിൻ്റെ ലംഘനം നടത്തിയത് കൊണ്ട് അയാൾ ജയിലിലേക്ക് വിട്ടു. അത് കൃത്യമായിട്ട് മറ്റൊരാളുടെ അവർ അനുഭവിക്കുന്നു. എനിക്ക് തോന്നുന്നു സൈക്കോളജിസ്റ്റുകളോട് സംസാരിക്കണം. ഇപ്പം നമ്മൾ ക്രിമിനസൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ചില കേസിലൊക്കെ ഇത്തരം കാര്യങ്ങൾക്കകത്ത് വന്നിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന ട്രോമ, അതിനെ ഓവർകം ചെയ്യാൻ അവരെടുക്കുന്ന കാലം, അവർക്ക് എപ്പോഴാണ് അതിനൊന്ന് സർവൈവ് ചെയ്ത്, നമ്മൾ സർവൈവർ എന്ന് പറയുന്നു, നമ്മൾ അതിജീവിതം എന്ന് പറയുന്നു, അവരതിനെ അതിജീവിക്കാൻ എടുക്കുന്ന കാലം എന്ന് പറയുന്നത് നിസ്സാരമല്ല. അപ്പോൾ അത്തരം നിസ്സാരമല്ലാത്ത ഒരു കാലം, ഒരു പെയിൻ അനുഭവിച്ചു വന്ന് നിൽക്കുന്ന ആളുകളെ വീണ്ടും ഇത് ചെയ്യുന്നത് ഭയങ്കര ക്രൂരതയാണ്. ആ ക്രൂരമായിട്ടുള്ളൊരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആള് അവിടെ പോയി നിരാഹാരം കിടക്കുന്നു, അയാൾ ഇന്ന ഷർട്ട് ഇട്ടു, ഇതൊക്കെ നമ്മൾ എടുക്കേണ്ട കാര്യമുണ്ടോ? അയാൾ ആ ജയിലിലേക്ക് വിട്ടു, വേണേ ജാമ്യം എടുത്തു പോവുക, ഇല്ലെങ്കിൽ അവിടെ കിടക്കുക. ജാമ്യം എടുക്കാതെ കിടക്കുന്ന എന്തോരം മനുഷ്യരവിടെ ഉണ്ട്. അതൊക്കെ വലിയ വാർത്തയാകുമെന്നും അതൊക്കെ വലിയ പബ്ലിസിറ്റി കിട്ടുമെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാനല്ലേ പോകേണ്ടത്. നമ്മൾ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് മീഡിയയോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം അനാവശ്യമാണല്ലോ ആ ഏരിയ. ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഭീകരമായിട്ടുള്ള സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട്. ഈ സൈബർ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാർ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ചുമ്മാ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഇവർ ചെയ്ത് തെറ്റാ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു പോസ്റ്റിങ് എടുത്തിടും, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വരുന്ന ഫോർവേഡ്. ചിലപ്പോൾ ചില അറസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയും, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, ഞാനിങ്ങനെ ഫോണിൽ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഫോർവേഡ്. ഇതൊരു പ്രായമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും, ചിലപ്പോൾ അവർ അങ്ങനെ ആയിരിക്കും പറയുന്നുണ്ടാവുക. ഒരു കമൻറ്റ്, ഞാനൊരു കമൻറ്റിൽ ഇട്ടുള്ളൂ, അതിനിപ്പോൾ എന്താ, അല്ലെങ്കിൽ ഞാനൊരു പോസ്റ്റ് അത് ഷെയർ ചെയ്തല്ലേ ഉള്ളൂ. ഇതിനവർക്ക് ഇത് കുറ്റകൃത്യമാണെന്ന് അറിയാം, ശിക്ഷ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് അറിയാം, എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും അവരിതിങ്ങനെ ചെയ്യുന്നുണ്ടാവുക? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിരവധിയായിട്ടുള്ള ഇത്തരം സൈബർ ലിഞ്ചിങ് കേസുകളുണ്ട്. നിരന്തരമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് അടക്കമുള്ള വനിതാ നേതാക്കളാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ വനിതാ നേതാക്കളും മാധ്യമപ്രവർത്തകരോട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു സ്മൃതി ആവട്ടെ, ഷാനി ആവട്ടെ ഒക്കെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരുപാട് കേസുകളുടെ ഹിസ്റ്ററി അവർക്ക് പറയാനുണ്ടാവും. അപ്പോൾ അത് ഞാൻ രണ്ടുപേരും നമുക്ക് അടുപ്പമുള്ളവരായതുകൊണ്ട് എടുത്ത് പറഞ്ഞതാണ്. ഒരുപാട് ഇത്തരം കേസുകൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം അതൊരു വ്യത്യാസം. അതുകൊണ്ടാണ് ഞാൻ 36 കേസ് എന്ന് പറയുന്നത് വീണ്ടും എടുത്തു പറയുന്നത്. അപ്പോൾ അങ്ങനെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ട് അതിന് തുടർന്ന് പിന്നീട് ഇവർക്ക് പേടിപ്പിക്കുന്ന തരത്തിലുള്ള റിസൾട്ടുകൾ വരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ പാത്തിരുന്നിട്ടാണല്ലോ ചെയ്യണത്. അനോണിമസ് ഐഡികളാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിച്ച് ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടുപിടിച്ചെന്നിട്ടുള്ള അത്ര ഫോളോ അപ്പുകൾ സൈബർ സംവിധാനത്തിൻ്റെ അകത്ത് നടക്കുന്നില്ല എന്നുള്ള ഒരു തോന്നലാണ്. പക്ഷേ അത് കുറച്ചും കൂടി വികസിച്ചു. സൈബർ പോലീസിങ് സംവിധാനം നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൻ്റെ അകത്ത് ഇത് എവിടെ ഇരുന്ന് ഇത് ചെയ്തെന്നാലും ഇത് കണ്ടുപിടിക്കുമെന്നുള്ള ഒരു സംഗതി, ഒരു ബോധം കൊടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻസിഡൻറ്റോടുകൂടി നടന്നിട്ടുണ്ട്. ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചെന്നാൽ, ഇപ്പോൾ ജയ 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 ഹേ സിനിമയിൽ ബേസിൽ ആ കുട്ടിയെ അടിക്കുന്ന സമയത്ത് കൈയടിച്ച ആണുങ്ങളെ നമ്മൾ കണ്ടു അല്ലേ, തിയേറ്ററിൽ ഇരുന്നിട്ട്. തിരിച്ച് അതിനുശേഷം അടിക്കുമ്പോൾ സ്ത്രീകൾ കൈയടിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം അടിക്കുമ്പോൾ കൈയടിച്ച്, അതായത് ഇത് ഇവൻ ഞങ്ങളെ പെട്ടത് എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഈ ആളുകൾ നിന്നിട്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുമ്പോൾ, ഇത്തരം ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ അവൻ ഇന്നസെൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ പറയുന്ന ആൾ മോശക്കാരിയാണ്, ആ മോശക്കാരി ആയതുകൊണ്ട് അവർ പറയുന്നതാണ് എന്ന്, അതുകൊണ്ട് തന്നെ ഇത് എടുക്കേണ്ടതില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള ലിഞ്ചിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇവർക്ക് ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് വലിയ സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല അല്ലേ, ഈ ഒരു സ്ത്രീയെ തെറി പറയാനായിട്ട് കിട്ടുന്ന ഒരു അവസരം കളയേണ്ട. അത് വേറെ തരം പെർവേർഷൻ കൂടിയാണ്. പറയുന്ന തെറികളൊക്കെ ശ്രദ്ധിച്ച് അതിൻ്റെ അകത്ത് സോഷ്യൽ മീഡിയ, ഞാനിതൊരു പഠനം എന്ന നിലയിൽ തന്നെ ആ പറയുന്ന കമൻസ് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ കാണുന്നത് മുഴുവനും സ്ത്രീകളുടെ ലൈംഗിക അവയവങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന കമൻറ്റുകൾ ഇടുന്നു. അപ്പം അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പെർവേർഷൻ കൂടി
കൂടി ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് കൊണ്ടുവന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനും കൂടിയുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ ഇത് പലതരം സാധനമാണ് ഇതിൻ്റെ അകത്ത് കണക്റ്റ് ആവുന്നത്. അതായത് സ്ത്രീകളെ കാണുമ്പോൾ അബ്യൂസ് ചെയ്യുന്ന, സ്ത്രീകളെ കാണുമ്പോൾ മോശത്തോടു കൂടി നോക്കുന്ന അത്തരം ഒരു 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 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അന്ന് വെച്ച് നമുക്ക് പൊതുസമൂഹം അങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല, പൊതുവായി ആണുങ്ങൾ അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്ന ഒരു കൂട്ടം വന്ന് നിന്നിട്ട് ഇതേപോലെയുള്ള കമൻറ്റുകൾ അടക്കം ഇടുന്നുണ്ട്. അപ്പം അവരുടെ തരത്തിൽ അവരുടെ ഫ്രസ്ട്രേഷനും കൂടിയാണ്. അവരുടെ ഈ പറയുന്ന ഇങ്ങനെ പറഞ്ഞ ഇത്തരം വാക്കുകൾ പറയുന്നത് ഒക്കെ IPCയിൽ ഒഫൻസായിരുന്നു, BNSലും ഒഫൻസാണ്. ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന മോഡസ്റ്റി, ഔട്ട്റേജിങ് മോഡസ്റ്റി ഓഫ് വുമൺ എന്ന് പറയുന്നത് കുറ്റകൃത്യമാണ്. ഈ വിക്ടിമിൻ്റെ, സർവൈവറുടെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്നു എന്ന് പറയുന്നത് കുറ്റകൃത്യമാണ്. ഈ പറയുന്ന കുറ്റകൃത്യങ്ങളായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കാര്യം മറ്റൊരു കുറ്റവാളിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാളോടൊപ്പം നിന്ന് പറയുന്നത് വഴി ഇവരുമെല്ലാം കുറ്റകൃത്യമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്യേണ്ടത് ഏറ്റവും കൃത്യമായിട്ട് പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നടക്കം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ കൂടി പിടിപ്പിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് ചാർജ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നേരെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക എന്നുള്ള ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. അത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അതൊരു എഡ്യൂക്കേഷൻ്റെ ഭാഗമാണ്. ഈ ചെയ്യുന്ന ആളുകൾ ഇനി ഇത് ചെയ്യരുത് എന്ന്, ഇപ്പം ഇത് ഇനി നീ പരാതി പറഞ്ഞു തന്നാൽ നിനക്കിതാണ്, അല്ലെങ്കിൽ അടുത്ത ആൾ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിതാണ് എന്ന് പറയുന്നവരോട് ഈ പറയുന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വറൊക്കെ ഒരു എക്സാമ്പിളാണ്, ബെസ്റ്റ് എക്സാമ്പിളാണ്. ഇനി അനങ്ങണതിന് മുമ്പ് ആലോചിക്കും അല്ലേ? അത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നിയമത്തിൻ്റെ ഒരു എഡ്യൂക്കേഷൻ പദ്ധതിയായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ട് ആർക്ക് നേരെയും, ഇപ്പം മൃദുലയ്ക്ക് നേരെയോ എനിക്ക് നേരെയോ ഒക്കെ അത്തരം ഒരു സൈബർ ലിഞ്ചിങ് അല്ലെങ്കിൽ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന ഒന്ന്, അല്ലെങ്കിൽ സെക്ഷലി കളേർഡ് ആയിട്ടുള്ള ഒരു റിമാർക്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പോർണോഗ്രഫി അയച്ചു തരല്ലേ, അത്തരം ഭയങ്കര നമ്മൾ കാണുന്ന ഭയങ്കര വൾഗർ സാധനങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മുഴുവനും ഒഫൻസാണ്. നിയമത്തിൻ്റെ അകത്ത് ഇന്നത് ഒഫൻസാണ് എന്ന് പറയുന്ന മുഴുവൻ ഇൻഗ്രീഡിയൻസും ഉള്ള കാര്യങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളും കൂടി എന്ത് ചെയ്യണം, ഈ നിയമത്തെ വളർത്താൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരാൾ അയാൾക്ക് നേരെ ഇത്തരം ഒരു ആക്രമണം ഉണ്ടായാൽ മിണ്ടാതിരിക്കരുത്, കൃത്യമായിട്ട് പരാതിപ്പെടുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മൾ ഈ നിയമ സംവിധാനത്തോട് കാണിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. ഇനി ആദ്യം ചോദിച്ച രണ്ടാമത്തെ കാര്യം, അതായത് എങ്ങനെയാണ് സർവൈവറിനോടൊപ്പം സപ്പോർട്ടാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സർവൈവറോടൊപ്പം തന്നെയാണ് നിയമം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്, കൃത്യമായിട്ട് ഇടപെടലുകൾ ഉണ്ടാകുന്നത്. കുറേ കൂടി പോലീസ് സംവിധാനം നന്നായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പരാതി വരുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ വൈകി വരുന്നു. അതായത് അത്രയും പവർ പൊസിഷനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പലപ്പോഴും എന്തിനാണ് വൈകി പരാതി കൊടുക്കുന്നത് എന്ന ചോദ്യത്തിന് തിരിച്ച് പരാതിപ്പെടാൻ പോലും പറ്റാത്ത വിധം അയാൾക്ക് അത്രയും വലിയ സ്ട്രോങ് ആയ സപ്പോർട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് പവർ എക്സിസ്റ്റൻസ് ഉള്ള ഒരാളോടാണ് പരാതിപ്പെടാനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് വേണോ വേണ്ടയോ എന്ന് പറഞ്ഞ് ആലോചിച്ചിട്ട്, ഒരു MLA എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ലല്ലോ അല്ലേ? അപ്പോൾ അത്തരം ഒരു പൊസിഷൻ്റെ അകത്തുള്ള ആളോട് പരാതിപ്പെടാനായി ഒരു സ്ത്രീ വന്നാൽ നമ്മൾ മുഴുവൻ പേരും അവരോടൊപ്പം നിൽക്കുകയല്ലേ ചെയ്യേണ്ടത്. ആ പറയുന്നത് പോലീസ് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കേസുകളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയായിട്ടാണ്. അതിൽ നിയമം എല്ലാം ഇപ്പോഴും സർവൈവറോടൊപ്പം തന്നെയാണ്. പിന്നെ ഇവർ ഈ പറയുന്ന അവർ വിവാഹിതയാണ്, അവരതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് ഈ പറയുന്ന കാര്യങ്ങൾക്കകത്ത് ഒരാളോട് കാണിക്കാനായിട്ട് അത് നടപടിയാവുമോ? ഒരാളോട് മോശം ചെയ്യാനായിട്ട്, ഒരാളെ റേപ്പ് ചെയ്യാനായിട്ട്, ഒരാളെ അബ്യൂസ് ചെയ്യാനായിട്ട് അയാൾ എന്താണ് എന്നുള്ളത് ഇവിടെ നിയമത്തിൽ അത് വിഷയമല്ല. നിയമത്തിൽ അമെൻഡ് ചെയ്തിട്ടുള്ള ഇപ്പോൾ നമ്മുടെ ഭാരതീയ നേരത്തെ എവിഡൻസ് ആക്ട് ആയിരുന്നു. എവിഡൻസ് ആക്ടിൽ വളരെ കൃത്യമായിട്ട് അവരെന്താണ് എന്നുള്ളത് വിഷയമല്ല. അവരെന്തെങ്കിലും ആണ് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താണ് ക്യാരക്ടർ എന്ന് പറയുന്ന സാധനം അത് വിഷയമല്ല, അത് ചോദിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ക്രോസ് എക്സാമിനേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്തരം കാര്യങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അതല്ലാതെ ക്യാരക്ടർ അസാസിനേഷൻ എന്ന് പറയുന്നത് ഇന്ന ക്യാരക്ടറാണ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ റേപ്പ് പോലെയുള്ള ഒഫൻസുകൾക്കകത്ത് നിൽക്കില്ല. ആ വാദം നിൽക്കില്ല, ആ വിസ്താരം സമ്മതിക്കില്ല കോടതികൾ. അതിൻ്റെ ആവശ്യവുമില്ല. കാരണം ഏതെങ്കിലും നമ്മൾ ചോദിച്ച് അവിടെ ചെന്നിട്ട് ഏതെങ്കിലും നിയമപ്രകാരം അവിടെ തെളിവായിട്ട് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമല്ല, അപ്പം അത് തെളിവേ അല്ലാത്ത ഒന്നാണ് അവരെന്തെങ്കിലും ആണെന്നുള്ളത്. അതുപോലും മനസ്സിലാക്കാനുള്ള ശേഷിയില്ലാത്ത, വിവരമില്ലാത്ത ആളുകളാണ് വന്ന് നിന്നിട്ട് ഈ പറയുന്ന വൃത്തികേട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്ന്
ഓഗസ്റ്റ് സമയത്താണ് വന്നത്, സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബറിലാണ് കഴിഞ്ഞ് ഇപ്പോഴാണ് അവർ പരാതി കൊടുക്കുന്നത്. ഇത്രയും സമയം ആ സ്ത്രീക്ക് തന്നെ, ആ ഒരു പെർട്ടിക്കുലർ ആൾക്ക് തന്നെ പരാതി കൊടുക്കാനുള്ള ഒരു സമയമെടുത്തു. ആ ഒരു പരാതി കൊടുക്കാനുള്ള ധൈര്യം കിട്ടാൻ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ എല്ലാവരും ഭയങ്കര ബോൾഡായിട്ടുള്ള സ്ത്രീകളാവണമെന്നില്ല. അവർക്ക് ആ ഒരു വരാൻ പോകുന്നത് വലിയൊരു സൈബർ അറ്റാക്ക് എന്നുള്ള കാര്യം അവർക്കും ധാരണ ഉണ്ടാവും. അപ്പോൾ അവരതിൽ നിന്ന് പുറത്ത് വന്ന് ഒന്ന് പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് അവരെടുത്ത ശേഷം രണ്ടാമത്തെ സ്ത്രീ ഇതേ ഇപ്പോൾ പരാതിയുമായിട്ട് വന്നിട്ടുണ്ട്. ചിലപ്പം ഇനിയും പരാതികളുടെ എണ്ണം കൂടാം. തുറന്നു പറയാനുള്ള ധൈര്യവും ആർജവവും കാണിക്കുന്ന സ്ത്രീകൾ വരും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇവരെ ലിഞ്ച് ചെയ്യുന്നതിന് ഒരു മോബ് ലിഞ്ചിങ്, സൈബർ ലിഞ്ചിങ്ങിന് പകരം സൊസൈറ്റി എങ്ങനെയാണ് ഇങ്ങനെ പുറത്തേക്ക് ഇത്ര ധൈര്യം എടുത്ത് അവർക്ക് നടന്ന ബുദ്ധിമുട്ടുകളും ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ റെഡി ആവുന്ന ആൾക്കാരോട് സൊസൈറ്റി, പൊതുസമൂഹം, സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെയും ശരിക്കും എങ്ങനെയാണ് അവർ ഇവരെ ട്രീറ്റ് ചെയ്യേണ്ടത്? പൊതുസമൂഹം എങ്ങനെയാണ് ഇവരെ ശരിക്കും ട്രീറ്റ് ചെയ്യേണ്ടത്? പൊതുസമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, അവരെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സത്യത്തിൽ ഈ പറയുന്നത് ഇപ്പോൾ 4000 പേരുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു നമ്പർ തന്നെ എടുത്തെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു 10,000 പേരുണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അവരാണ് പൊതുസമൂഹം എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ അകത്ത് വേറെ പണിയൊന്നും ഇല്ലാതെ അതിൻ്റെ അകത്തിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ. ഇപ്പം നമ്മളൊന്നും എല്ലാ ദിവസവും അതിൻ്റെ അകത്ത് പോയി ഇടപെടുന്ന ആളുകളല്ല. അങ്ങനെ ഇരുന്ന് പണിയില്ലാതിരുന്ന് സംസാരിക്കുന്ന കുറേ പേരുണ്ട്. ശരി, സൊസൈറ്റിയിൽ മുഴുവൻ പുരുഷന്മാരും അങ്ങനെയാണ് എന്ന് നമ്മൾ ശടിക്കേണ്ടതില്ല, അല്ലേ? നിയമത്തിൻ്റെ അകത്ത് നമ്മളൊപ്പം നിൽക്കുന്ന, വിഷയങ്ങൾക്കകത്ത് നിൽക്കുന്ന പുരുഷന്മാരല്ലാതെ ഉണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ മാത്രമാണ് പ്രശ്നമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ സൂര്യനെല്ലി ഒക്കെ ആണെങ്കിലും താമസിക്കാൻ പറ്റാതെ സ്ഥലങ്ങളിൽ നിന്ന് മാറുന്നു. അതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നാട്ടിലാണേലും ഭയങ്കരമായിട്ടുള്ള ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥ, സോഷ്യൽ സ്റ്റിഗ്മ, ഇതെല്ലാം നേരിടുന്നുണ്ട്. ഇതെല്ലാം എന്തോ ഇത് സംഭവിച്ച വിക്റ്റിമായിട്ടുള്ള ആളിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന ഭയങ്കര മോശമായ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ പുലർത്തുന്നത്. അത് ഏതുതരം ബോധത്തിൻ്റെ അകത്തുനിന്നാണ് അതുണ്ടായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം നമ്മൾ തമ്മിൽ അടിയുണ്ടായി, എനിക്ക് അടി കിട്ടി, അപ്പം എൻ്റെ എന്തെങ്കിലും മോശം കൊണ്ടാണ് എന്നല്ലല്ലോ വിചാരിക്കുക. എനിക്ക് ഏതെങ്കിലും സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതില്ല. പക്ഷെ എനിക്ക് റേപ്പാണ് എനിക്ക് നേരെ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇനി ഈ റേപ്പ് വിക്റ്റിം എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു പ്രശ്നത്തിൻ്റെ അകത്ത് നിന്ന് നോക്കുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ അകത്തു കൂടിയാണ് മനുഷ്യർ പോകുന്നത്. അതങ്ങനെയല്ലാതെയും അത് തനിക്ക് നേരെ നടന്ന ഒരു അനീതിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാൾ, ഒപ്പം നിൽക്കേണ്ട ഒരാൾ, നിയമം മുഴുവൻ പരിരക്ഷയും കൊടുക്കുന്ന ഒരാൾ, ആ പരിരക്ഷ നീതിബോധമുള്ള മനുഷ്യരും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് അതിന് തുടർച്ചയുണ്ടാക്കേണ്ടതെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടാവണം. ആ ആളുകളില്ലാത്തിടത്തോളം അതിന് നമ്മൾ അതിനാണ് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ സെക്സ് എഡ്യൂക്കേഷൻ തുടങ്ങി, ജെൻഡറിങ് എന്താണെന്ന് പഠിപ്പിച്ച്, ജെൻഡർ നിങ്ങളെ എങ്ങനെയാണ് ചിന്തിപ്പിക്കുന്നത്, നിങ്ങളെ ടൂളാക്കുന്നുണ്ട് ഈ പറയുന്ന പാട്രിയാർക്കി എന്നും, അതിൻ്റെ അകത്തുനിന്ന് ബോധവൽക്കരണം എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുറത്ത് കിടക്കാനാണ് എന്നുള്ളതുമൊക്കെ മനസ്സിലാക്കി. എന്തൊരു സുന്ദരമായ ലോകമാണ്. ഇപ്പം നമ്മൾ ഈ പറയുന്ന സോഷ്യൽ ലിഞ്ചിങ് ഒക്കെ പുറത്ത്, ഇനി വീടുകൾക്കകത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ സ്ത്രീയും പുരുഷനും ഈക്വലാണെന്നൊക്കെ വിചാരിക്കണ ഫാമിലി നമ്മളിപ്പോൾ കേസൊക്കെ ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ ഭയങ്കര കുറവൊക്കെ തന്നെയാണ്, അല്ലേ? അതിൻ്റെ അകത്ത് അതിൻ്റെയൊക്കെ തുടർച്ചയാണിത്. അതായത് സ്ത്രീകൾ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ രണ്ടാം തരമാണെന്ന് വിചാരിക്കുന്ന, പെൺകുട്ടി ഉണ്ടായെന്നാൽ ആൺകുട്ടിക്കാണ് മേൽക്കൈമ, പെൺകുട്ടി രണ്ടാം തരമാണെന്ന് വിചാരിക്കുന്ന, ഈക്വാളിറ്റി എന്ന് പറയുന്നത് വീടിൻ്റെ ഉള്ളിൽ വേണ്ടാന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ ആ വളർത്തപ്പെടുന്ന കുട്ടികൾ. നിർഭയ കേസിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ് നിന്നിട്ട് പറഞ്ഞത് അവൾ എന്തിനാ ആ സമയത്ത് പുറത്തിറങ്ങിയെന്ന് ചോദിച്ചത്. നമുക്ക് എന്താണ് പ്രതീക്ഷ? നമ്മൾ വളർത്തുന്ന കുഞ്ഞുങ്ങളാണ് ഈ പോയി നിന്നിട്ട് ഈ പരിപാടി പറയുന്നത്, ഈ വന്ന് നിന്നിട്ട് സൈബർ ലിഞ്ച്. അപ്പം നമ്മൾ വീടിൻ്റെ അകത്ത് നിന്നേ ജനാധിപത്യം പഠിപ്പിച്ചു തുടങ്ങുക എന്ന് പറയുന്ന കാര്യം ചെയ്യണം. ജനാധിപത്യത്തിലെ തുല്യതയെക്കുറിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ആ പറയുന്ന അത് ഇനി ഈ ചെയ്യുന്ന കാര്യങ്ങൾ ജനാധിപത്യ സംവിധാനത്തിനും കൂടിയാണ് ത്രട്ടണിങ് എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, അല്ലേ? ഈക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. ആ ഈക്വാളിറ്റി ഇല്ലായ്മയാണല്ലോ ഇപ്പം റേപ്പ് ചെയ്യാൻ ഒരാൾക്ക് തോന്നുന്ന മാനസികാവസ്ഥ എന്താ? അല്ലെങ്കിൽ ഇയാളെയൊക്കെ തന്നെ കേട്ട് കഴിഞ്ഞെന്നാൽ നിന്നെ ഇങ്ങനെ ചെയ്യണം, നിന്നെ അങ്ങനെ ചെയ്യണം, ഭയങ്കര പെർവേർട്ട് സാധനങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് വേറെ തരത്തിൽ ഇതൊക്കെ നല്ല ട്രീറ്റ്മെൻറ്റ് വേണ്ട
പരിപാടികളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇത്തരം ഒരു മാനസികാവസ്ഥയിൽ വളർത്തപ്പെടുന്ന, ഇത്തരം ഒരു മാനസികാവസ്ഥ ശരിയാണ് എന്ന് വിചാരിക്കുന്ന ഒരു ജനാധിപത്യത്തിലെ ഇലക്ഷനിൽ നിന്ന് വോട്ട് കിട്ടി MLA ആയ ഒരാളുടെയൊക്കെ മാനസികാവസ്ഥയാണ് നമ്മൾ ഈ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യ എഡ്യൂക്കേഷൻ കൊടുക്കുക. വീടിൻ്റെ അകത്തു നിന്നടക്കം നമ്മൾ വളർന്നു വരുന്ന തലമുറയോട് നമ്മൾ ഇങ്ങനെയൊന്നും അല്ല പെരുമാറേണ്ടത്. ഒരാളെ കാണുമ്പോൾ ഏറ്റവും സ്നേഹത്തോടു കൂടി പെരുമാറുന്നതിന് പകരം അയാളെ ആക്രമിക്കാനൊക്കെയാണ് തോന്നുന്നതെങ്കിൽ, അല്ലെങ്കിൽ അയാളെ ആക്രമിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങ് പറ്റിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്ന, കുട്ടി ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് അബോർഷന് നിർബന്ധിക്കുന്ന, അബോർഷൻ ചെയ്യണമെന്ന് പറയുന്ന, ഇത് കഴിഞ്ഞ് നീ കൈയും കഴുകി അങ്ങ് പൊയ്ക്കോളൂ എന്ന് പറയുന്ന ആ മാനസികാവസ്ഥയൊക്കെ എവിടെ നിന്നാണ് നമുക്ക് ഉണ്ടാവുന്നത്? അപ്പം ആ മാനസികാവസ്ഥ ഉള്ള മനുഷ്യരെ മാറ്റാൻ പറ്റുന്ന പദ്ധതികൾ നമുക്കുണ്ടാവണം. നമ്മൾ ഇപ്പോൾ ആരെങ്കിലും നിന്നിട്ട് ഫെമിനിസത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതെന്തോ നാടിനെ നശിപ്പിക്കാൻ പറ്റുന്ന സാധനമാണ് എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് അല്ലേ? അത്തരം മനുഷ്യന്മാരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം അത് തുല്യതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ വിസ്മയ കേസ്, കിരൺകുമാർ, വിസ്മയ മരിച്ചു. അത് ഈ പറയുന്ന ഏറ്റവും മോശമായിട്ടുള്ള സാമൂഹിക അവസ്ഥയുടെ ഉപഫലമായിട്ടാണ് വിസ്മയക്ക് വിസ്മയ മരിച്ചത്. സൂയിസൈഡല്ല, മരിച്ചത്. അപ്പോൾ ഈ വിസ്മയ മരിക്കുകയും അപ്പോൾ നമ്മൾ പറയും ഇത് സ്ത്രീക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പം നമ്മൾ ക്ലാസ് എടുക്കാനൊക്കെ പോകുന്ന സമയത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റുകൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ കനലിനൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും ഞാൻ പറയും, കോളേജിൽ കോവിഡിൻ്റെ ടൈമിൽ ആണ് ഇത് ഈ ആഫ്റ്റർ വിസ്മയ നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് കോളേജുകളിൽ നമ്മളോട് വിളിക്കുന്ന സമയത്ത് തന്നെ നിർബന്ധമായും ആൺകുട്ടികളെയും പെൺകുട്ടികളും ഉണ്ടാവണം കേട്ടോ എന്ന് പറയും. അതായത് ജെൻഡർ എഡ്യൂക്കേഷൻ അല്ലെ ജെൻഡർ ലെജിസ്ലേഷൻ, ജെൻഡർ റിലേഷൻ ഇതൊക്കെ പഠിപ്പിക്കേണ്ടത് എന്തോ പെൺകുട്ടികൾ മാത്രം പഠിച്ചു വെച്ചേക്കൊണ്ടിരിക്കേണ്ടതാണെന്നാണ് മനസ്സിലാക്കി വെക്കുന്നത്. ഞാൻ എന്താണ് കിരൺകുമാറിൻ്റെ കാര്യം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഒരാൾ മരിച്ചു, മറ്റേയാൾ എവിടെയാണ്? ജയിലിൽ. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ്റെ പ്രശ്നമില്ലായ്മ തന്നെയാണല്ലോ. കാരണം ഈ പറയുന്ന ജെൻഡർ എഡ്യൂക്കേഷൻ, ജെൻഡർ സാധനങ്ങൾ ഇതെല്ലാം എല്ലാവരെയും പഠിപ്പിക്കണത് എന്തിനാണെന്ന് ചോദിച്ചെന്നാൽ ഒരാളെ മറ്റേയാൾ എന്ന് അവർ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഇയാൾ കൊലപാതകയായി ജയിലിൽ പോകാതിരിക്കാനും നമ്മളിത് പഠിപ്പിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്, കുറച്ചും കൂടി നന്നായിട്ട് പെരുമാറേണ്ടതുണ്ട്. അപ്പം ജയിലിൽ പോയി കിടക്കുന്നത് വലിയ ഇതൊന്നും അല്ലല്ലോ, മെഡൽ കിട്ടിപ്പോണ പരിപാടിയല്ല. അപ്പോൾ ഒരാളെ മാത്രമല്ല ഇത് എഫക്റ്റ് ചെയ്യുന്നത്, കുറ്റവാളിയാകാതിരിക്കാനും ഇരയാകാതിരിക്കാനും ഒക്കെ ഇത് ഭയങ്കര അത്യാവശ്യമായ കാര്യമാണ്. ഇപ്പം ഈ വന്നിരിക്കുന്ന കമൻറ്റ് പറയുന്ന ആളുകളുടെയൊക്കെ വീട്ടിലെ സ്ത്രീകളുണ്ടാകും, കുഞ്ഞുങ്ങളുണ്ടാകും. അപ്പോൾ അവർ പർട്ടിക്കുലറായി ഞങ്ങൾ പുരുഷവാദികൾ എന്ന് പറയുമ്പോൾ ഇപ്പം അവരുടെ വീട്ടിലെ സ്ത്രീകൾക്കും അവരുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഇവിടെ ബാക്കിയുള്ളവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് നന്നായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവരെയും കൂടി തിരുത്താൻ നമുക്ക് ശ്രമിക്കണം. അവർ തിരുത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ശിക്ഷ കിട്ടും അല്ലേ? കുറ്റകൃത്യമാണ്, നിയമപരമായി നിയമത്തിന് വഴിയുണ്ടല്ലോ. ആ നിയമം ആ വഴി എടുക്കുകയും നേരെ അവർ ജയിലിലേക്ക് പോവുകയും പിന്നെ കുറേ നാൾ കേസ് നടത്തുകയും പിന്നെ ഇറങ്ങി വന്നിട്ട് സമയമുണ്ടെങ്കിൽ അടുത്ത ഇതേപോലെ ചെയ്യുന്ന സമയത്ത് വീണ്ടും ചെയ്യുകയും ഒക്കെ ചെയ്യുക. പിന്നെ അതിൽ ഈ വലിയ നിരാഹാര സത്യാഗ്രഹം കിടക്കുകയോ കിടക്കാതിരിക്കുകയോ ഓടുകയോ ചാടുകയോ ചെയ്യുകയോ ചെയ്യാതിരിക്കുക അതൊന്നും നമ്മളെയൊക്കെ വിളിച്ചു നിർത്തി കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ളതും കൂടി നമ്മൾ എടുക്കേണ്ടതുണ്ട്.